പുതിയ ഐഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സഡൻ ട്രിപ്പ് പോവാണ്. ഒന്നും പ്ലാൻഡ് ഒന്നുമല്ല, പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നമുക്ക് നൈനിറ്റാൾ പോവാം. പിന്നെ വരയിൽ നിന്ന് നൈനിറ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഒന്ന് നൈനിറ്റാൾ പോയിട്ടാണ്. ഒന്നുമില്ല, ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് ഉച്ചയ്ക്കാണ്. നാളെ വൈകിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ഫസ്റ്റ് ആണ്. ഇങ്ങനെ വ്ളോഗിങ് ആയിട്ട് ചെയ്യാറില്ല എപ്പോഴും. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ അതിന് വോയിസ് കൊടുത്ത് ചെയ്യാറാൻ പറ്റില്ല. ഇങ്ങനെ ലൈവ് വ്ളോഗിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തൊക്കെ കാണാൻ പോകുന്നത്. അത്യാവശ്യം ഇവിടെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. വരയിലിൽ ആക്ച്വലി പറഞ്ഞാൽ ഇത്രയൊന്നും മഴ ഉണ്ടാവാത്തതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ. എന്തായാലും വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പം ഞാനൊരു ഗെയിം പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അത് നല്ല ഗെയിമാണ്. ഞാൻ സാധനമൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. ജൂലി, നമ്മൾ ആര് കൂടിയെങ്കിൽ നമുക്ക് സാധനന്റെ ജോലിയാണ് സാർ. സാറിന്റെ കയ്യിലും കണ്ടോ, ഇതാണ് ജോലി. ഞങ്ങൾ നാട്ടിലുണ്ട്, ഞങ്ങളുടെ മോള് സായം കളിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, നമ്മള് കളിക്കുന്ന ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് എല്ലാ ദിവസവും നമ്മുടെ കയ്യില് അത് കുറേ ദിവസം കണ്ടിന്യൂ ആവും കേട്ടോ ഗെയിം. ഇങ്ങനെ ഒരു ജൂലി മാർക്ക് ചെയ്യും. എന്നിട്ട് എപ്പോഴെങ്കിലും സഡൻ ആയിട്ട് ജൂലി കാണിച്ചാന്ന് പറയുമ്പോൾ നമ്മളിത് കാണിച്ചു കൊടുക്കും. ഇത് ആരും കയ്യിലാണ് ഇല്ലാത്തത് അവർ ഔട്ടാവും. ഇത് ബെറ്റൊക്കെ വെച്ചിട്ട് കളിക്കാട്ടോ. ഇപ്പൊ 100 രൂപേന്റെ ബെറ്റ്, അല്ലെങ്കിൽ ഞാൻ സാധനം കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് കളിക്കാം. സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ ഈ കോളേജിലാന്ന് പറയുന്ന ഒരാൾ മാത്രമേ ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാരും നല്ല എൻജോയ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നത്. നമ്മുടെ എത്രാമത്തെ ദിവസം സാധനം ഇത്? 3rd ഡേ ആണ്. നമ്മുടെ 3rd ഡേ ആണ്. അപ്പൊ ജൂലി ഗൈസ്, അങ്ങനെ നമ്മൾ ഉത്തർപ്രദേശിൽ നിന്നും UK മാറുകയാണ്. നൈനിറ്റാൾ, ഹൽദ്വാനി, പഞ്ച്നഗർ, ഞാനിവിടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. നൈനിറ്റാളിന്റെ മേലെ ആട്ടോ അൽമോറയിലോട്ടുള്ള റോഡൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം മഴയുണ്ടായിരുന്നത് അതുകൊണ്ട് അവിടെ റോഡൊക്കെ കുറച്ച് മോശമായിട്ട് ബ്ലോക്ക് ചെയ്തേക്കും. ആ കാണുന്ന നൈനിറ്റാളിലോട്ടാണ് നമ്മൾ പോകുന്നത്. സംഭവം കട്ട മഴയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കാണാനില്ല. സാധാരണ ഇവിടെ എത്തുമ്പോൾ ആ മല ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഒന്നും കാണാനില്ല. ഫുള്ള് മൂടി കിടക്കും, ക്ലൗഡ്സ് വന്നിട്ട്. സാധനം പുതിയ കണ്ടുപിടുത്തമാണ് നമ്മളിപ്പോ കേട്ടത്. എത്ര വട്ടം നൈനിറ്റാൾ പോയിട്ടുണ്ട് സാധനം? എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ മരമാണ് നൈനിറ്റാളെന്ന് വിചാരിച്ചവൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ നൈനിറ്റാളുടെ ക്ലൗഡ് ബേഴ്സിൽ വെള്ളം നിറഞ്ഞ് വെള്ളം ഒഴുകി ഭയങ്കര പ്രശ്നമായ സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ ഹിൽസ് കയറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? 20 കിലോമീറ്റർ ആയി. ഇപ്പൊ ഉള്ള അവസ്ഥ എന്താണെന്നറിയോ? സെക്കൻഡ് ഇപ്പൊ ഇങ്ങനെയാണുള്ളത്. നൈനിറ്റാൾ എത്തിയില്ല, ഇനി 15 കിലോമീറ്റർ ഉണ്ട്. എന്താ പറയാ, ക്ലൗഡ്സ് ഇറങ്ങിയേക്കുവാ. അവിടെ ഉണ്ടോ? നമ്മൾ വിചാരിച്ചു എന്ത് കഴിക്കാം, സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടി ഇപ്പൊ സ്വീറ്റ് കോണിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. ബാക്ക്ഗ്രൗണ്ട് സോ നമ്മൾ ഫൈനലി നൈനിറ്റാളെത്തി. എക്സാക്ട്ലി നമ്മൾ എത്തി. എക്സാക്ട്ലി ഇതാണ് നൈനി ലേക്ക്, നൈനി മാതാ ടെമ്പിൾ ഒക്കെ ഉള്ള സ്ഥലം. നമ്മളെ മറ്റേ ഇതുണ്ടായിരുന്ന ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായിരുന്ന സമയത്തില്ലേ, ഇവിടെ ഒക്കെ നല്ല കുത്തൊഴുക്കായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ട് തന്നെ ശരിക്കും വരും. ഇതാണ് നമ്മളെത്തിയത്. ഇതാണ് നമ്മുടെ നൈനിറ്റാളിന്റെ സെന്റർ എന്ന് പറയുന്ന സ്ഥലം, നൈനി ലേക്ക്. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി വരും അല്ലേ. ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നല്ല വിശദമായിട്ട് കാണാം. നമ്മൾ പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന. ഇതാണ് മെയിൻ പോയിന്റ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ കയറാൻ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ പോയി
ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം. ഒരു 1.5 അപ്പാണ് കേട്ടോ, നല്ല കയറ്റാണ് ഇവിടെ. നമ്മൾ ഈ ആൽമേരി കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എൻ്റെ പിറകിൽ കാണുന്നതാണ് നമ്മുടെ നൈനിലേക്ക്. ഇതാണ് നൈനിറ്റാളിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ബോട്ടിംഗ് നടക്കുന്നുണ്ട്, 6 മണി വരെയാണ് ബോട്ടിംഗ് ടൈം. അത് ദൂരെ നമ്മൾ കാണുന്ന ലൈറ്റ് കണ്ടോ, അതാണ് നൈനി മാതാട്ടം. വന്നോ സെൻട്രൽ വാട്ടോ. നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് ബോട്ടിംഗ് रात में बोटिंग बंद करेगा ना, कितने बजे तक है? बंद हो जाता है. മാൾ റോഡ് നൈനിറ്റാളിലെ മാൾ റോഡ് നൈറ്റ് വാക്കിംഗ് ഇവിടെ 8 മണിക്ക് ശേഷം തുറക്കുന്നു. 8 മണി വരെ വണ്ടി, 6 മണി മുതൽ 8 മണി വരെ വണ്ടി ഇവിടെ. ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. 360 എന്നാണ് സംഭവം ഇവിടെ. ബാക്കിയൊക്കെ ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിൽ വിട്ടുപോയതാണ് 360 ടൗണിൽ പോയിട്ട് ഫുൾ നൈനിറ്റാൾ കാണാൻ പറ്റുന്നത്. അപ്പൊ അത് കാണാൻ പോവാണ്. നമ്മൾ ഇത്ര ടോപ്പിലാണെന്ന് അറിയോ, താഴെയാണ് നീക്ക്. നീ വന്നോ, നമ്മള് മറ്റേ 360 കാണാൻ അവിടെ പോവാണ്. ഇവിടെ കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഡിഗ്രി എനിക്കിരിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അത് വേണ്ടിയിട്ട് ഹൈറ്റുണ്ട് സംഭവമല്ലോ. സ്റ്റാർട്ടായി പുറത്ത് ഇത് കറങ്ങിക്കൊണ്ടാണല്ലോ പോകണേ. മരത്തിന്റെ മേലെ ആയിക്കഴിഞ്ഞാൽ അഗ്നി പോകും കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല, മരമൊക്കെ ഉണ്ട്. താഴെ നോക്കണ്ട, സാധനവും താഴെ നോക്കണ്ട. Oh my god. Wow. ഇതിന്റെ മേലെ കായ ഉണ്ടോ? ആ മരത്തിന് അമ്മ പറഞ്ഞിട്ടില്ലേ സാനു, തത്തമ്മേനെ പോലത്തെ കായ ഉണ്ടെന്ന്. ഇനിയുണ്ടോ കുറെ നേരം മതിയുണ്ടോ? താഴെ നോക്കണ്ട, താഴെ നോക്കണ്ട. എനിക്ക് ഒരു ഇത് എടുക്കാനുണ്ട്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സത്യം എനിക്ക് പേടിയുണ്ട്, പേടിയില്ലാതെ നല്ല പേടിയുണ്ട്. പക്ഷെ അടിപൊളിയാണ്. നമ്മൾ മലേന്റെ മേലെ ഉള്ളത് എന്ത് ഹൈറ്റിലാണ്. ഫസ്റ്റ് എനിക്കൊന്ന് മേലോട്ട് പോകുന്നു. മേലെ എത്തിയല്ലേ, എൻട്രൽ എത്തിയിട്ട് നമ്മൾ
അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നൈനിറ്റാൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്ര നാൾ ഇത് ഉണ്ടെന്നുള്ളത്. ഒരു വീഡിയോ കണ്ടിട്ട് അറിഞ്ഞത്. സംഭവം അടിപൊളി രക്ഷയില്ല. മേഘം വരുന്ന നോക്ക് സാധനം അതങ്ങനെ ഇടക്കിടക്കാക്കി കഴിയാം. നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. കയറുമ്പോൾ ഉള്ളതിനെക്കാട്ടി ഒരു അതായത് നമ്മൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, സംഭവം കഴിഞ്ഞാട്ടോ. മസ്റ്റ് ട്രൈ. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു സത്യമാണ്, പക്ഷേ അടിപൊളിയായിരുന്നു. മേലെ പോയിട്ട് കാണാൻ ഹെവൻലി ഫീലിംഗ് ആയിരുന്നു തന്നെ പറയാം. ഇനി നമ്മൾ സാധനം കുറച്ച് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സിപ്പ് ലൈനും ഗൺ ഷൂട്ടിംഗ് ഒക്കെ. സാനുവും ശിശുറും ഗോ കാർട്ടിങ് ചെയ്യാൻ പോവാണ്. ഇത് അവിടെ കാണാൻ നമുക്ക് പ്രൈസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 പേര് 350 റുപ്പീസാണ്. 5 lakhs ടവറിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. സാനു റെഡി? ഇവിടെയാണ് ഗോ കാർട്ടിങ് അറ്റ് യുവർ ഓൺ റിസ്ക് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാനന് ഹെൽമെറ്റില്ല, അത് മാറ്റാം. അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ബ്രേക്കും അതും ഇതൊക്കെ. ഹെൽമെറ്റ് ലോക്ക് ചെയ്യുമ്പോൾ പോയി എന്നാ ഈ സാധനം യോനിപ്പിച്ചത് ഇത് അങ്ങനെ ആക്കി തരും. ഇതായിട്ട് താഴെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പോൾ 11:54 നമ്മൾ തിരിച്ചു പോവാണ്. വലിയ കലാപരിപാടികളൊന്നുമില്ല. നൈനിറ്റാൾ വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മൾ നൈനിറ്റാൾ ഡയറക്റ്റ് വഴിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭീംടാൾ വഴി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല സീനറീസും പിന്നെ ഭീംടാളും ഇതേപോലെ നൈനിറ്റാൾ പോലെ തന്നെ ചെറിയൊരു ലേക്കും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്. അതും കൂടെ കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഭീംടാൾ വഴിയാണ്. ഇതാണ് ഭീംടാൾ. നൈനിറ്റാൾ. പക്ഷേ ഇത് ആക്ച്വലി ഞങ്ങൾ ഇനി നൈനിറ്റാൾ വരുമോ എന്നുള്ള കാര്യം എന്താ പറയണ്ട ഒരു 1% പോലും ഉറപ്പില്ല. ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. ഞങ്ങൾ ബറേലി ആയിരുന്നു ലാസ്റ്റ് 7 years ആയിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇത് വന്നു പൂനെയിലോട്ട് പോകാം നമ്മൾ. പിന്നെ ഇനി ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലോട്ട് ഈ നൈനിറ്റാളൊക്കെ വരുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. ആൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.